ഈ വടകര മണ്ഡലത്തിൽ ഇപ്പോൾ ജൂൺ 4-ന് ഇലക്ഷൻ ഫലപ്രഖ്യാപനം വരികയാണ്. പ്രധാനമായും ഈ വടകര ലോക്സഭാ മണ്ഡലത്തിൽ വലിയ സുരക്ഷാ ക്രമീകരണങ്ങളാണ് ഏർപ്പെടുത്താൻ പോകുന്നത്. കാരണം സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലെയും അപേക്ഷിച്ചുകൊണ്ട് വടകര ലോക്സഭാ മണ്ഡലം നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൻ്റെ ആ ഒരു ഘട്ടത്തിൽ തന്നെ ആരോപണ പ്രത്യാരോപണങ്ങൾ, അതിന് പിന്നാലെ ഉണ്ടായ വാക്കുതർക്കങ്ങൾ, സംഘർഷങ്ങൾ. ഈ ഒരു ഘട്ടത്തിൽ ഇതിലെ സർവകക്ഷി യോഗം ചേർന്നിരുന്നു. ഈ തരത്തിലുള്ളൊരു ക്രമീകരണങ്ങൾ ഈ മണ്ഡലത്തിലുടനീളം ക്രമീകരിക്കാൻ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഒരുക്കാനാണ് തീരുമാനമുണ്ടായിരിക്കുന്നത്. KP ഈ കേരളത്തിലെ സംസ്ഥാനത്തിൻ്റെ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിച്ച ഒരു മണ്ഡലമാണ് വടകര. അത് വോട്ടിംഗ് പേഴ്സേജ് കൊണ്ടായാലും ഏറ്റവും ഉയർന്ന വോട്ടിംഗ് പേഴ്സേജിനുള്ള മണ്ഡലമാണ് സംസ്ഥാനത്തിലെ വടകര. അത് മാത്രമല്ല വിവാദങ്ങൾ കൊണ്ടും ഏറ്റവും മുൻപിലുണ്ടായിരുന്ന ഒരു മണ്ഡലം തന്നെയായിരുന്നു വടകര. ഈ തുടക്കം മുതൽ തന്നെ തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കം മുതൽ തന്നെ അത്തരത്തിൽ രാഷ്ട്രീയ വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു വാർത്തകളായിരുന്നു മണ്ഡലത്തിൽ നിന്ന് പുറത്തു വന്നിരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ അതിന് തുടക്കം പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഈ പാനൂരിൽ ബോംബ് സ്ഫോടനത്തിൽ ഒരാൾ കൊല്ലപ്പെടുന്നു, CPM പ്രവർത്തനമായിട്ടുള്ള ഒരാൾ കൊല്ലപ്പെടുന്നു എന്നുള്ള ഒരു വാർത്തകൾ കൂടി തന്നെയാണ് ഇത്തരത്തിൽ വടകര കളം പിടിക്കുന്നത്. അത് CPM വളരെ ക്ഷീണമാവുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ഇതിൻ്റെ മറപിടിച്ച് തുടങ്ങിയ സോഷ്യൽ മീഡിയയിലെ വാദപ്രതിവാദങ്ങൾ പിന്നീട് പതുക്കെ വർഗീയ സ്വഭാവമുള്ള രീതിയിലേക്ക് മാറുകയായിരുന്നു. പിന്നീട് ഈ ഇരു കൂട്ടർക്കുമെതിരെ ഇടത് വലത് മുന്നണികൾക്കെതിരെ ഇത്തരത്തിൽ ഈ വർഗീയമായിട്ടുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിച്ചു അല്ലെങ്കിൽ വർഗീയ സ്വഭാവമുള്ള പോസ്റ്റുകൾ പ്രചരിപ്പിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ നിരവധി കേസുകൾ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. കാഫിർ പ്രയോഗമടക്കം വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും ഈ കാഫിർ പ്രയോഗത്തിന് പിന്നിൽ ആരാണെന്ന് കണ്ടെത്താൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല. മാത്രമല്ല ഈ വടകരയിലെ UDF സ്ഥാനാർത്ഥിയെ DYFയുടെ തന്നെ സംസ്ഥാന സെക്രട്ടറി A റഹീം പൊളിറ്റിക്കൽ പോയ്സൺ എന്നാണ് വിശേഷിപ്പിച്ചത്. ഇതെല്ലാം വലിയ വാർത്തയായിരുന്നു. മാത്രമല്ല ഈ ഇലക്ഷൻ കഴിഞ്ഞ ആഴ്ചകൾ കഴിഞ്ഞിട്ടും ഇത്തരത്തിൽ ഇടത് വലത് മുന്നണികളുടെ ഭാഗത്തു നിന്ന് അത്തരത്തിൽ വർഗീയ പ്രചാരണങ്ങൾ കുറവില്ലാതെ തുറന്നുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനെ തുടർന്ന് അന്തരീക്ഷം കലുഷിതമായി തുടർന്നതിനാണ് കഴിഞ്ഞ ദിവസം കണ്ണൂർ DIG ഇത്തരത്തിൽ സർവകക്ഷി യോഗം വിളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല ഈ തിരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് ശേഷം ഉണ്ടാകുന്ന വിജയാഘോഷങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു മാനദണ്ഡം നിശ്ചയിച്ചിട്ടുണ്ട്. അതിനെ പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഈ വടകര മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസം വടകര മണ്ഡലത്തിലെ തെരഞ്ഞെടുപ്പ് ആഘോഷങ്ങൾ 7 മണി വരെ ചുരുക്കണം. അതായത് വൈകിട്ട് 7 മണി വരെ മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ എന്നുള്ള കർശന നിർദ്ദേശം പോലീസിന്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. മാത്രമല്ല ഈ ദേശീയ തലത്തിൽ വിജയിക്കുന്ന മുന്നണി പ്രവർത്തകർ ആഘോഷം അടുത്ത ദിവസത്തേക്കാക്കി പരിമിതപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ആ തലത്തിൽ ഈ തെരഞ്ഞെടുപ്പിന് റിസൾട്ട് വന്നതിന് ശേഷവും അത്തരത്തിൽ സംഘർഷ സാധ്യത നിലകൊണ്ടുകൊണ്ട് പോലീസ് കൃത്യമായിട്ടുള്ള ഒരു നിരീക്ഷണം അവിടെ ഏർപ്പെടുത്തുന്നുണ്ട്. കൃത്യമായിട്ടുള്ള ചട്ടക്കൂടുകൾ, കൃത്യമായിട്ടുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. KP വടകര ലോക്സഭാ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ക്രമീകരണങ്ങളാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ ഭാഗത്തും ഒരുക്കിയിട്ടുള്ളത്. കോഴിക്കോട് നിന്ന് മാനന്ത് പുതൂരാണ് വിവരങ്ങൾ നൽകിയത്.